അവർ വരും, ഊട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും. കരഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവർ മാഞ്ഞു പോകും. അവരാണ് പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കണ്ട് സ്കേർഡിലെ നെക്സ്റ്റ് സീനാണ്. അപ്പൊ ഇൻട്രോ സീൻ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീര ഇൻട്രോ നമ്മൾ അറിയില്ലേ, തുടക്കം തന്നെ ഗംഭീരായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് പക്ക ഒരു റിയലിസ്റ്റിക് ഫീൽ ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഗംഭീരായിട്ടുള്ള ഒരു മാസ് ആക്ഷൻ സാധനങ്ങളും വന്നു. അതും ഭയങ്കര നൈറ്റ് ഷോട്ടും സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് ആ തീയുടെ ഉള്ളിൽ നിന്ന് വരുന്ന മമ്മൂക്ക ഫയറി സാധനം. അതിനുശേഷം ആ ഒരു പോലീസ് സ്റ്റേഷനിലെ സംഭവങ്ങൾ കാണിച്ചത്. അതായത് ഭയങ്കരമായിട്ട് ഇവര് പറയുന്ന സംഭവങ്ങളൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല എന്നുള്ള രീതിയിൽ ട്രൈബൽ ആയിരിക്കും എന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ഈ സംഭവങ്ങളൊക്കെ കാണിച്ചത് 2015 നടന്ന കഥയാണ്. ആൻഡ് അതിനുശേഷം 2017 നടക്കുന്ന എന്തോ ഒരു കഥയാണ്. യെസ്, അതാണ് കാണിക്കാൻ പോകുന്നതെന്നുള്ള കഴിഞ്ഞ സീനിൽ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം അതിനുശേഷം എന്താ പറയാൻ പോകുന്നുള്ള ഒരു ക്യാൻറ്റീൻ എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. പോലീസ് ക്യാൻറ്റീൻ. യെസ്, തുടങ്ങിയാലോ? അവര് മറ്റേ ഏകദേശം ഒരു വലിയ ഇതില്ലാത്തൊരു രീതിയിലല്ലേ എക്സ്പ്രഷൻസ്. പുതിയ ആൾക്കാരല്ലേ. 2017 കണ്ണൂർ പോലീസ്. യെസ്, after 2 years. സണ്ണി, നിങ്ങളിപ്പോ ഓരോ സ്റ്റേഷനിൽ പോകുമ്പോ ഇതുപോലെയുള്ള മോശമായ അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? നമുക്ക് SP കംപ്ലൈന്റ് ചെയ്തു. അതിപ്പോ അതിന് ഞാൻ പറഞ്ഞോടി, ഈ SP എന്ന് പറഞ്ഞ സാധനം ഇന്നൊരു നാളെ പോകും. ചിലപ്പോ പോകുന്ന പോക്കിന് സ്ക്വാഡിനെ പിരിച്ചുവിടും. പിന്നെ നമ്മൾ സ്റ്റേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് പോകുന്നത് ഇമാതിരി CID SIന്റെ അടുത്തേക്കല്ലേ. നമ്മൾ ചുറ്റിപ്പോയില്ലപ്പാ. അതങ്ങനെയൊന്നുമില്ല. ഒരു സ്റ്റേഷനിൽ വിവിധ തരത്തിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യാറ്. അതെല്ലാം കൂടെ ഒറ്റ അടിക്ക് തീർപ്പാക്കാനുള്ള ആളുകളും നമ്മുടെ ഫോഴ്സിലില്ല. അല്ലാതെ പൂർണ്ണമായിട്ട് അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ശ്രീത് സാർ 2007 ഫോം ചെയ്ത ഒരു സ്ക്വാഡാ. ഞാനും രാജശേഖരനും 2 ASIമാരും 7 കോൺസ്റ്റബിൾമാരും. അതിൽ A ടീം ഞാനും B ടീം രാജശേഖരൻ. ബാക്കി പറയട്ടെ. കഥ SI പറഞ്ഞത് അതൊരു സൂയിസൈഡ് ആണെന്നാണല്ലോ ജോലി. 90% സൂയിസൈഡ് ആകാനാണ് സാധ്യത. ബാക്കി 10%? ബാക്കി 10% എന്ന് പറയുമ്പോ നമുക്ക് ഈ ബോഡി കിട്ടുന്നത് കേരള കർണാടക വനമേഖലയിൽ നിന്നാണ്. അവിടെ നിന്ന് ഇതുവരെ ഒരു മിസ്സിംഗ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ പരാതിപ്പെടാൻ ബന്ധുക്കൾ ആരും ഇല്ലാത്തവരാണെന്ന് തന്നെ വെക്കുക. കാട്ടിപ്പോയി ആത്മഹത്യയുടെ വല്ല കാര്യമുണ്ട്. ആദിവാസി ആയിക്കൂടെ? ആദിവാസിയാൻ സാധ്യതയില്ല സർ. കാരണം സർ, ഈ ബോഡി തൂങ്ങി നിന്നിരുന്ന ഉയരം പൊതുവെ ആദിവാസികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ നല്ല ഉയരത്തിൽ കയറും. വേറെ ആരും കൃത്യം ചെയ്യുമ്പോൾ കാണാതിരിക്കാൻ കൂടി. പോസ്റ്റ്മോർട്ടത്തിൽ ഹൈയോഡ് ബോൺ ഫ്രാക്ചർ ആണ് മരണകാരണം. പ്രേത ശരീരം ഒരു പുരുഷന്റേതാണ്. 40-45 വയസ്സ് പ്രായം കാണും. ശരീരത്തിന് 1.5 മാസത്തോളം പഴക്കമുണ്ട്. എനിക്കുണ്ടായിരുന്ന സംശയം ആ ശരീരത്തിന്റെ ഇടത്തെ കണങ്ങാനുള്ള മെറ്റൽ പ്ലേറ്റിനെ കുറിച്ചായിരുന്നു. അറിയാമല്ലോ, ഇങ്ങനെയുള്ള സർജറികൾ പൊതുവെ ആദിവാസികൾ ചെയ്യാറില്ല. കാരണം ആ ചെലവൊന്നും അവർക്ക് താങ്ങാവുന്നതിനപ്പുറം. ചെയ്ത ദത്തൻ സാർ പറഞ്ഞത് സിന്തസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിക്കോൺ പ്ലേറ്റ് അഥവാ റീകൺസ്ട്രക്ഷൻ പ്ലേറ്റ് എന്നാണ്. കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആയിട്ട് അവർ പറഞ്ഞത് ചൈതന്യ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. പക്ഷേ ട്രാൻസിഷൻ നല്ല രസത്തിൽ അങ്ങ് പോകുന്നു അല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇംപ്ലാന്റ് പർച്ചേസിംഗ് സെക്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലേ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ 5 പേരാണ് ഇടേ സർജറിക്ക് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാവരും വിളിച്ച് നോക്കി. അതിൽ ഒരാളുടെ നമ്പർ മാത്രം സ്വിച്ച് ഓഫ്. 43 വയസ്സ്, ലോറി ഡ്രൈവറാണ് സാറേ. ബൈസ്റ്റാൻഡറുടെ വൈഫ് വനജ. അഡ്രസ്. ഒരു ദിവസം രാത്രി മനഞ്ഞെന്ന് പറഞ്ഞ പെണ്ണ് വന്നിട്ട് പറഞ്ഞ് സേലത്തുള്ള മുരുകന്റെ ചിറ്റപ്പൻ ചത്തുപോയി. അത് പറഞ്ഞ ഇതുങ്ങളെല്ലാം കൂടെ പാലി കെട്ടി പോയതാണ് സാറേ. 2 മാസമായിട്ട് അതിനുള്ള ഒരു വിവരവും ഇല്ല.
അസീസ് ഭയങ്കര ഡിഫറെന്റ് കേട്ടോ. ഭയങ്കരാണെന്ന് തോന്നുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ഡോക്യുമെന്റ്സ് എന്താ സാധനം? ആ ഏതായാലും പെറ്റി അടച്ചിരിക്കുന്നത് കൊണ്ട് മുരുകന്റെ വണ്ടി നമ്പർ കിട്ടി. നിങ്ങൾ സദൻ ക്ലയിലോട്ട് ചെല്ലേ. ശരി സാറേ. ഞാനും ജോസും മാറ്റിയോയി പോയി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കട്ടെ. പെറ്റടിച്ചിട്ടുണ്ട്. പഞ്ചാബുരി എന്ന പേരിലായിരുന്നു ഈ നമ്പറുള്ള വണ്ടി. ഇതിപ്പോ NOC വാങ്ങിച്ച് ഇവിടുന്ന് പോയല്ലേ. കോയമ്പത്തൂർ RTOയിലാണ് ഇപ്പൊ ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. സാറേ, ഈ വനജാമൃഗന്റെ ഫോട്ടോ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ID പ്രൂഫ് ഒക്കെ ഡംപിംഗ് സെക്ഷനിലോട്ട് മാറ്റി കാണും. തപ്പണം. ഞങ്ങളും കൂടാ അല്ലേ? കൂടാ. എല്ലാം ഒഴിവാക്കാൻ നോക്കുന്നില്ലേ? പറഞ്ഞേ. സാറേ, മുരുകൻ ഈ കമ്പനി എന്താ സാർ വണ്ടി ഓടിച്ചേ? അധികം കണ്ണൂർ വിരസിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ കളിയാണ്? ഇല്ല, ഒപ്പം കളിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരും. ശരി സാർ, അങ്ങോട്ട് വരും. സാർ കിട്ടി. ഇത് ഷാള തന്നെയാണോ? ആ പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കറക്റ്റ്. ശരവണകുമാർ കോയമ്പത്തൂരാണ്. അപ്പൊ നിങ്ങള് കോയമ്പത്തൂരിലേക്ക് കുട്ടികള് മിടുക്കന്മാരാകുമ്പോ നമ്മളും മിടുമിടുക്കന്മാരാകട്ടെ. എല്ലാവരും പിടിക്കാൻ പറ്റും. ഭയങ്കര റിയൽ കേട്ടോ. മൂവിയുടെ ഓരോരുത്തർ ஒழுகி போணும் சார். எனக்கு வனஜா பத்தி முருகனை பத்தி எல்லாம் தெரியாது. இந்த லாரி மேட்டர் கிட்ட கொண்டு வந்து இந்த ராகேஷ் தான். ராகேஷ் நம்ம கம்பெனி தான் டிரைவரா வேலை பார்க்குறேன். அவங்கிட்ட தான் இந்த லோரி வாங்குது. രാജേഷ് ഒന്ന് വിളിക്കാം. டேய் தம்பி, இந்த ராகேஷ் கூப்பிடுப்பா. அவன் எனக்கு லீவ் சார். அப்படியா? പുള്ളിയുടെ അഡ്രസ് ഒന്ന് കിട്ടിയാലും. അതാണ് കൊറേ ട്രാവൽ പക്ഷെ ഒരു ഭയങ്കര കണ്ട ഷോട്ടൊക്കെ പോകുന്നുണ്ടോ? ഫ്രെയിമൊക്കെ ഡയലോഗ് ഉണ്ടായിരുന്നു. അധികം ബഹളമൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് സംസാരിക്കും. രജനി റെഫറൻസ്. That's the cancel. രാകേഷ് யாரு? என்ன வேணும்? ഓ അവരാണ്. ഓ ആ മറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. സിത്തപ്പ, മുരുകനോട് സിത്തപ്പ. ഡയലോഗ് കണ്ടോ? எனக்கு 10 வயசு உள்ளப்போ என் அம்மையும் கூட உள்ளது என் அப்பாவான்னு எனக்கு தெரியாது. എന്നെ ജോലിക്ക് വിടാൻ തുടങ്ങി. ജോലി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ പൈസ മുഴുവൻ അവർ വാങ്ങിയെടുക്കും. എനിക്ക് വയസ്സറിയിച്ചപ്പോൾ മുരുകമാമനോടൊപ്പമുള്ള കല്യാണം നടത്തി. ഓ എന്റെ തന്തേനും പറഞ്ഞു നടന്നവണ് 2 ആഴ്ച ബ്രാൻഡി വാങ്ങിക്കൊടുത്തപ്പോ എന്നെ വിട്ടതാണ് മാമ എന്നോട് പറഞ്ഞത്. ഞാൻ കണ്ണി കണ്ട വീട്ടിൽ പോയി എച്ചിൽ കളിക്ക് ഉണ്ടാക്കിയ പൈസ സാറേ. ഒരു 5-6 വർഷം മുൻപ് ലോറി വാങ്ങണമെന്ന് പറഞ്ഞ് അയാൾ കൊണ്ടുപോയി. പിന്നെ ലോറി എന്റെ പേരിലാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് സ്നേഹം തോന്നി. കോർട്ടിന്റെ രസീത് വരാൻ തുടങ്ങിയപ്പോഴും മനസ്സിലായി സാറേ സ്നേഹം എന്താണ്. ഓ ശരി, ഇതിനെ എങ്ങനെയെങ്കിലും തപ്പിക്കളാണ് പത്താം. ഇപ്പൊ അയാള് പറയാം ഭ്രാന്തിക്ക് പിടിമേലെ നടന്ന കല്യാണമല്ലേ, ഞാൻ അയാളുടെ ഭാര്യ അല്ലാണ്. ഓ സാർ
ഞാനിത് എന്ത് ചെയ്യും സാറേ? മുരുകമ്മന്റെ കാലൊടിഞ്ഞപ്പോൾ അവരുടെ ഉദവിക്ക് രാകേഷ് വന്ന പേசி புரிய வச்சு என் பக்கம் நிறுத்த. ഇരുപത് വർഷത്തെ പകയാ സാറേ. എന്റെ തന്തയിനും പറഞ്ഞു നടന്ന അണ്ണാ എന്റെ കയ്യില് കിട്ടിയില്ല. പക്ഷെ മുരുകമ്മന്റെ കഴുത്തിൽ എന്താ കയറും മുറുക്കും കിട്ടിയ സന്തോഷമുണ്ടല്ലേ, அது வேற சார். இந்த ராகேஷ் சொல்ற மாதிரிலாம் எனக்கு ஒரு காதலும் இல்ல, ஒரு கத்திரிக்காயும் இல்ல. மதிய வாழ்ந்தா போதும். അവര് അല്ലെ കാണിച്ചത് ഭയങ്കര റിയലിസ്റ്റിക്, പ്രത്യേകിച്ച് ആക്ട്രസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലേ, ഒരു ഫൈറ്റ് പോലും ഇല്ലാണ്ട് ചെറിയ ഇമോഷണൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. കുഞ്ഞ് അച്ഛനും പോയി അമ്മയും പോയി. കുഞ്ഞിനെ ഞങ്ങൾ ശിശുഭവനല്ലേ, അല്ലാതെ വേറെ എന്തേ. ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല. ആ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞ പോലെ അതൊരു ആത്മഹത്യ തള്ളിക്കൂടെ. ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങള് മനുഷ്യർ മാത്രമല്ലോ പോലീസുകാരുടെ. ചില കേസുകളുടെ ആരംഭം തേടി പോകുമ്പോ ചെന്നെത്തുന്നത് ഇതുപോലെയുള്ള ചില മനുഷ്യരുടെ അടുത്തേക്ക്. പോലീസുകാരെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും പറഞ്ഞപ്പോ അതൊരിക്കലും ആവർത്തനമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജാതകം എഴുതുന്നവർ അവർ വരും, കൂട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും. കരഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവർ മാഞ്ഞു പോകും. അവരാണ് ടൈറ്റില് പൊളിച്ചില്ലേ? രോമാഞ്ച എഫക്ട് ഉണ്ട്. പക്ഷെ കിടു ടൈറ്റിലല്ലേ കാണിച്ചത്.